മഴക്കാലമായി കഴിഞ്ഞാൽ മിക്ക വീടുകളിലുമുള്ള ഒരു മെയിൻ കംപ്ലൈന്റ് ആണ് തടിയുടെ ഡോറുകളും ജനലുകളും ഒന്നും ശരിക്കടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അടഞ്ഞിരിക്കുന്നത് തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആശാരിമാരെ വിളിക്കാതെ 10 പൈസ ചെലവില്ലാതെ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ വീട്ടമ്മമാർക്ക് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. കൂടെ തന്നെ ഈ മഴക്കാലത്ത് ഉപകാരപ്പെടുന്ന ഒന്ന് രണ്ട് കൊച്ചു കൊച്ചു ടിപ്പുകൾ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായും ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. മഴക്കാലത്ത് സന്ധ്യാസമയം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡോറും ജനലുകളും എല്ലാം അടച്ചിടും, അല്ലെങ്കിൽ കൊതുകിന്റെ ശല്യം കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാവും. ഇങ്ങനെ അല്പം മഞ്ഞൾപ്പൊടി കൊണ്ട് കൊതുകിനെ ഓടിക്കാനുള്ള ഈ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി എടുത്ത് ചെറിയൊരു പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പുകയ്ക്കാറുള്ള ഇതുപോലുള്ള ചട്ടികളുണ്ടെങ്കിൽ അതിലോ ഇട്ട് കൊടുക്കുക. അടുത്തതായി 2-3 കർപ്പൂരം ഇതുപോലെ കൈകൊണ്ടൊന്ന് നല്ലതുപോലെ പൊടിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. വിളക്കെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൊച്ചു കുട്ടികൾ പോലുമുള്ള വീടുകളിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത്. ഇനി ഇതിലേക്ക് 1-2 തിരി വെച്ചു കൊടുക്കുക. ഈ മഞ്ഞളും കർപ്പൂരവും ചേർത്ത് തയ്യാറാക്കിയ എണ്ണയിൽ തിരിയുടെ എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് മുക്കി കൊടുത്ത ശേഷം വേണം കത്തിച്ചു കൊടുക്കാൻ. സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെ ഒന്ന് കത്തിച്ചു വെച്ചാൽ നമുക്ക് കൊതുകിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഫ്രണ്ട് ഡോറിന്റെയും ബാക്ക് ഡോറിന്റെയും അടുത്ത് കൊണ്ടുപോയി കുറച്ച് സമയം വെക്കുക. അല്പസമയം ഡോറ് തുറന്നു വെച്ച ശേഷം ഇങ്ങനെ പുകച്ചു കൊടുക്കുമ്പോഴേക്കും കൊതുകെല്ലാം പുറത്തേക്ക് പറന്നു പോയിക്കോളും. ഇങ്ങനെ വീടിന്റെ എല്ലാ സൈഡിലും ബെഡ്റൂമിലും ഒക്കെ ഒന്ന് പുകച്ചു കൊടുക്കുക. കൊതുക് ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇനി നിങ്ങൾ വൈകുന്നേരങ്ങളിൽ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ തിരി പെട്ടെന്ന് കത്തി തീരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് അടുത്തതായി കാണിക്കുന്നത്. നമ്മൾ തലവേദനയ്ക്കൊക്കെ പുരട്ടുന്ന വിക്സ് അല്പം എടുത്ത് ഈ ചന്ദനത്തിരിയുടെ എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഈ ചന്ദനത്തിരിയുടെ എല്ലാ സൈഡിലും വിക്സ് തേച്ച് പിടിപ്പിച്ച ശേഷം ഇതൊന്ന് കത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ കത്തിച്ചു വെച്ചാൽ ഇത് വളരെ സാവധാനം മാത്രമേ കത്തിത്തീരുകയുള്ളൂ. മാത്രമല്ല വിക്സിന്റെ നല്ലൊരു മണവും കിട്ടും. ഇത് ഫാനിന്റെ അടിയിലായി വെച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കുക. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, തണുപ്പുള്ള സമയങ്ങളിൽ സാധാരണയായി നമ്മുടെ തടി കൊണ്ടുള്ള ചപ്പാത്തി പലകയിലും കട്ടിംഗ് ബോർഡിലുമെല്ലാം പൂപ്പലാവാറുണ്ട്. ഇതുപോലെ അല്പം ഓയിലെടുത്ത് ചപ്പാത്തി പലകയുടെ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അകത്തും പുറത്തും സൈഡിലുമെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷമാണ് വെക്കുന്നതെങ്കിൽ എത്ര നാൾ വെച്ചാലും ഈ ചപ്പാത്തി പലക പൂത്തുപോകില്ല. ചപ്പാത്തി കോലിലും ഇതുപോലെ തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തടി കൊണ്ടുള്ള കട്ടിംഗ് ബോർഡിലും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി, പൂത്തുപോകില്ല. ഇതും വളരെ ഉപകാരമുള്ള ഒരു ടിപ്പ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ. അടുത്തതായി നമ്മൾ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഡോറ് കണ്ടില്ലേ, ഇത് ശരിക്കടയ്ക്കാൻ പറ്റുന്നില്ല. എത്ര വലിച്ചടയ്ക്കാൻ നോക്കിയാലും ശരിക്കടയ്ക്കാൻ പറ്റുന്നില്ല. ഇത് ചേർത്തടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇതിന്റെ താക്കോല് തിരിക്കാനോ ഇത് പൂട്ടാനോ ഒന്നും പറ്റുന്നില്ല. മഴക്കാലമാവുമ്പോൾ ഇങ്ങനെയുള്ള കംപ്ലൈന്റ് പതിവാണ്. നമ്മൾ ആശാരിമാരെയൊക്കെ വിളിച്ചാൽ അവർ ഈ ഡോറിന്റെ സൈഡും ഈ കട്ടിളയുടെ സൈഡും ഒക്കെ ചിന്തയിലിട്ട് കറക്റ്റാക്കി അടയ്ക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി തരും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത്, വേനൽക്കാലമാവുമ്പോൾ തടി ചുരുങ്ങുമല്ലോ, അപ്പോഴും ഡോറും കട്ടിലയും തമ്മിൽ ചേരാതെ ഇടയ്ക്കൊരു വിടവായിട്ട് വരും. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. 10 പൈസ ചെലവില്ലാതെ നമ്മൾ വീട്ടമ്മമാർക്ക് പോലും ഈ കംപ്ലൈന്റ് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ആദ്യം ഡോറിന്റെ വിജാഗിരിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെയുള്ള സ്ക്രൂ ലൂസ് ആയിട്ട് ഇരിപ്പുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ലൂസ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്തെങ്കിലും പൊടികളോ ചുക്കിലിയോ മറ്റോ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു വാസലൈനാണ്. എക്സ്പയറി കഴിഞ്ഞ ശേഷം നമ്മൾ കളയാനായി മാറ്റി വെച്ചിരിക്കുന്ന വാസലൈൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇതുപോലൊരു ബ്രഷിലേക്ക് അല്പം എടുത്ത് ഈ വിജാഗിരിയുടെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. സ്ക്രൂവിലൊക്കെ തുരുമ്പ് പിടിച്ച് എന്തെങ്കിലും സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഇങ്ങനെ വാസലിൻ തേച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വിജാഗിരിയുടെ 2 സൈഡിലുമായിട്ട് തേച്ച് കൊടുക്കണം. താക്കോലിടുന്ന ഹോളിനുള്ളിലും ഒരു ചെറിയ കമ്പ് കൊണ്ട് ഒന്ന് തേച്ച് കൊടുത്ത ശേഷം താക്കോലിലും അല്പം തേച്ച് കൊടുത്താൽ നമുക്ക് ഈസി ആയി തന്നെ താക്കോൽ തിരിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് തിരിക്കാൻ പ്രയാസമുള്ള താഴിലും താക്കോലിലുമെല്ലാം ഇങ്ങനെ വാസലിൻ തേച്ച് കൊടുത്താൽ എത്ര തുരുമ്പ് പിടിച്ച താഴാണെങ്കിലും വളരെ ഈസിയായി തന്നെ നമുക്ക് തുറക്കാനും അടയ്ക്കാനും പറ്റും.
ഇനി ഡോറിന്റെ ഈ സൈഡിലായും നല്ലതുപോലെ വാസ്ലിൻ തേച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ കളയുന്ന ഒരു ടൂത്ത് ബ്രഷ് മതി ഇങ്ങനെ തേച്ച് കൊടുക്കാൻ. ഇങ്ങനെ മുകൾ മുതൽ താഴെ വരെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. കൂടുതലായിട്ട് അടയാൻ ബുദ്ധിമുട്ടുള്ള സൈഡിലൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കണം. ഇനിയും കട്ടിലയുടെ ഈ സൈഡിലും വാസലിൻ തേച്ച് കൊടുക്കുക. ഇങ്ങനെ മുകളിൽ മുതൽ താഴെ വരെ നല്ലതുപോലെ തന്നെ തേച്ച് കൊടുക്കണം. ലോക്ക് വീഴുന്ന ഈ ഹോളിലുമൊക്കെ ഇങ്ങനെ അല്പം വാസലിൻ തേച്ച് കൊടുക്കുക. ഇങ്ങനെ കട്ടിലയുടെ എല്ലാ സൈഡിലും തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഡോർ ഒന്ന് അടച്ചു നോക്കാം. നോക്കൂ, നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. ഡോറ് ചെറുതായിട്ട് തന്നെ അടച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടഞ്ഞു കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡിൽ നിന്നും നമുക്ക് നന്നായിട്ട് തന്നെ അടയ്ക്കാൻ പറ്റുന്നുണ്ട്. താക്കോലും തിരിക്കാൻ പറ്റുന്നുണ്ട്. എത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ കംപ്ലൈന്റ് മാറ്റിയെടുക്കാൻ പറ്റി. നമ്മളിവിടെ വാസ്ലൈൻ ഉപയോഗിച്ചത് കൊണ്ട് പോളിഷ് ചെയ്തതുപോലെ നല്ലൊരു തിളക്കവും കിട്ടും. അടയ്ക്കാൻ പറ്റാത്ത ബെഡ്റൂമിലെ മറ്റൊരു ഡോർ കൂടി കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഡോറ് ശരിയാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു മെഴുകുതിരിയാണ്. വാസലിന് പകരം ഇങ്ങനെ മെഴുകു കൊണ്ടും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഇങ്ങനെ ഡോറിന്റെ സൈഡില് ഈ മെഴുക് നല്ലതുപോലെ ഉരച്ചു പിടിപ്പിക്കുക. മുകള് മുതൽ താഴെ വരെ നല്ലതുപോലെ തന്നെ ഉരച്ചു പിടിപ്പിക്കണം. അതുപോലെ കട്ടിലയുടെ ഈ സൈഡിലും ഈ മെഴുക് നല്ലതുപോലെ തന്നെ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ ഡോറിന്റെ സൈഡിലും കട്ടിലയുടെ സൈഡിലും ഒക്കെ മെഴുക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ഡോർ ഒന്ന് അടച്ചു നോക്കാം. നോക്കൂ, എത്ര പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് തന്നെ അടയ്ക്കാൻ പറ്റും. ഇനിയും വാസലിൻ വീട്ടിലില്ല എങ്കിൽ ഇങ്ങനെ മെഴുക് ഉപയോഗിച്ചും നമുക്ക് ഈ കംപ്ലൈന്റ് മാറ്റിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ജനലുകളാണെങ്കിലും നമുക്ക് ശരിയാക്കി എടുക്കാം. നോക്കൂ, ഈ ജനൽ എത്ര വലിച്ചടച്ചിട്ടും നമുക്ക് ശരിക്കടയ്ക്കാൻ പറ്റുന്നില്ല. ജനലിന്റെ പാളി ചേരുന്ന ഈ സൈഡിലും ഇതുപോലെ വാസലിൻ നല്ലതുപോലെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കൊടുക്കുക. ജനലിന്റെ പുറത്ത് സൈഡിൽ നിന്ന് തേച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ തേച്ച് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ അകത്ത് നിന്ന് തേച്ച് കൊടുത്തന്നേ ഉള്ളൂ. ഇങ്ങനെ ജനൽ ചേരുന്ന സൈഡിലും ജനലിന്റെ സൈഡിലും ഒക്കെ നല്ലതുപോലെ തേച്ച് കൊടുത്ത ശേഷം ഒന്ന് അടച്ചു നോക്കുക. നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ഈസി ആയിട്ട് തന്നെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ടെന്ന്. സൺഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് മോനും പണിക്ക് വേണ്ടി ഒപ്പം കൂടിയിട്ടുണ്ട്. അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ അടയ്ക്കാൻ പറ്റാത്ത മറ്റൊരു ജനൽ കൂടി നമുക്ക് ശരിയാക്കി നോക്കാം. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന സമയം നമ്മൾ മക്കളെയും കൂടെ കൂട്ടിയാൽ നാളെ ഇതൊക്കെ തനിയെ ചെയ്യാൻ അവർക്കും താല്പര്യം വന്നോളും. നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ജോലികളൊക്കെ സ്കൂൾ അവധിയുള്ള ദിവസങ്ങളിലൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവരെ ഒന്ന് പ്രശംസിച്ചാൽ മാത്രം മതി. വീണ്ടും വീണ്ടും ചെയ്യാൻ അവർക്ക് താല്പര്യം വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.